ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഇംഗ്ലീഷ് പാർട്ട് നോക്കാം. അപ്പോൾ വീഡിയോയുടെ അവസാനം കുറച്ച് ഫ്രേസൽ വെർബും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ പഠിച്ചു വെച്ചേക്കുക. വീഡിയോയിലേക്ക് പോകാം. 81ാമത്തെ ക്വസ്റ്റ്യൻ, എ ഗ്രൂപ്പ് ഓഫ് വെയിൽസ് ഈസ് കാൾഡ്. ആൻസർ ഓപ്ഷൻ എ, പോഡ്. അപ്പോൾ വെയിൽസിൻ്റെ ഒരു കൂട്ടത്തിന് പറയുന്ന പേരാണ് പോഡ്. പിന്നെ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. അപ്പോൾ ട്രൂപ്സ് എന്ന് പറയുന്നത് എന്തിൻ്റെയൊക്കെ കൂട്ടമാണ്? കങ്കാരുകളുടെയും മങ്കികളുടെയൊക്കെ കൂട്ടത്തിന് പറയുന്നതാണ് ട്രൂപ്സ്. കങ്കാരുക്കളുടെയും മങ്കികളുടെയൊക്കെ കൂട്ടത്തിന് പറയുന്ന പേരെന്താണ്? ട്രൂപ്സ്. അതുപോലെ സ്വാം എന്ന് പറഞ്ഞാലോ? ഫ്ലൈസ്, ബീസ്, റാറ്റ്സ്. ഫ്ലൈ, ബീ, റാറ്റ്സ് തുടങ്ങിയവയുടെയൊക്കെ കൂട്ടത്തിന് പറയുന്ന പേരാണ് എന്ത്? സ്വാം. ഇനി കോളനി, ബാറ്റ്, ആൻഡ്. ബാറ്റുകളുടെയും ആൻറ്റുകളുടെയൊക്കെ കൂട്ടത്തിന് പറയുന്ന പേരാണെന്ത്? കോളനി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 82. ഇത് ആൻറ്റോണിം ഓഫ് കണ്ടാമിനേറ്റ് ഈസ്. ആൻസർ ഓപ്ഷൻ ഡി, പ്യൂരിഫൈ. അപ്പോൾ കണ്ടാമിനേറ്റിൻ്റെ ആൻറ്റോണിം എന്ന് പറയുന്നത് പ്യൂരിഫൈ. 83. ഐദർ ദ പേരൻറ്റ്സ് ഓർ ദ ഗേൾ ഡാഷ് ടു ബ്ലെയിം ഇൻ ദിസ് അഫെയർ. ആൻസർ ഓപ്ഷൻ ബി, ഈസ്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് ഈസ് ആൻസർ ആയിട്ട് വന്നത്? ഇവിടെ ഏതാണ്? ഐദർ ഓർ വെച്ചാണ് ഇവിടെ യോജിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഐദർ ഓർ, നൈദർ നോർ, നോട്ട് ഓൺലി, ബട്ട് ആൾസോ എന്നീ കൺജങ്ഷൻസ് ഉപയോഗിച്ച് കൂട്ടി യോജിപ്പിക്കുന്ന വാക്കുകളിലെ വെർബ് രണ്ടാമത്തെ സബ്ജക്റ്റിന് അനുസരിച്ചായിരിക്കും. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ദ ഗേൾ ആണ്. അപ്പോൾ രണ്ടാമത്തെ സബ്ജക്റ്റ് സിംഗുലർ ആയാൽ വെർബ് സിംഗുലർ ആയിരിക്കും. അപ്പോൾ രണ്ടാമത്തെ സബ്ജക്റ്റ് പ്ലൂറൽ ആയാലോ വെർബ് എന്തായിരിക്കും? പ്ലൂറൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ വരുന്നത് അതുകൊണ്ടാണ് ഇവിടെ ഈസ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 84. പഴശ്ശിരാജ ഡാഷ് എ ബ്രേവ് ഫൈറ്റ് എഗൈൻസ്റ്റ് ബ്രിട്ടീഷ് ആർമി. ആൻസർ ഓപ്ഷൻ എ, പുട്ടപ്പ്. അപ്പോൾ പുട്ടപ്പിൻ്റെ അർത്ഥം എന്താണ്? റൈസ് ഓർ ബിൽഡ്, അതായത് ഉയർത്തുക, കെട്ടിപ്പൊക്കുക തുടങ്ങിയവയാണ്. അപ്പോൾ ബാക്കിയുള്ള ഫ്രേസൽ വെർബുകളുടെ അർത്ഥം എന്താണെന്ന് നമുക്ക് നോക്കാം. പുട്ട് ഓഫ്, പുട്ട് ഇൻ, പുട്ട് ഡൗൺ. പുട്ടപ്പ്, റൈസ് ഓർ ബിൽഡ്, ഉയർത്തുക, കെട്ടിപ്പൊക്കുക. പുട്ട് ഓഫ്, പോസ്റ്റ് പോൺ, മാറ്റിവെക്കുക. പുട്ടിൻ, ഡു, ചെയ്യുക. പുട്ട് ഡൗൺ, സപ്രസ്, അടിച്ചമർത്തുക. അപ്പം എന്തൊക്കെയാണ്? പുട്ടപ്പ്, റൈസ് ഓർ ബിൽഡ്, പുട്ട് ഓഫ്, പോസ്റ്റ് പോൺ, പുട്ടിൻ, ഡു, പുട്ട് ഡൗൺ, സപ്രസ്. അപ്പോൾ ഇതും കൂടെ പഠിച്ചു വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, മിമി സെഡ് I have been writing this letter. Change it into indirect speech. Mimi said that. Answer option A. She had been writing that letter. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് ഓപ്ഷൻ എ ആൻസർ ആയിട്ട് വന്നത്? അപ്പോൾ ഇവിടെ നോക്കാം. ഐ ഹാവ് ബീൻ റൈറ്റിംഗ് ദിസ് ലെറ്റർ എന്ന് പറയുന്നത് എന്ത് ടെൻസാണ്? പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് ആവുമ്പോൾ എങ്ങനെ ആവും? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആവും. അപ്പോൾ ഇവിടെ ഐ ഹാവ് ബീൻ റൈറ്റിംഗ് എന്ന് പറയുന്നതിൻ്റെ പാസ്റ്റ് പെർഫെക്റ്റ് വരുമ്പോൾ എങ്ങനെയാണ്? ഹാഡ് ബീൻ റൈറ്റിംഗ് വരും. ദിസ് ലെറ്റർ എന്നുള്ളത് ദാറ്റ് ലെറ്റർ ആവും. അപ്പോൾ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ 86. ചൂസ് ദ കറക്റ്റ് നൗൺ ഫോം ഫോർ എ മെയിൽ സ്വാൻ. ആൻസർ ഓപ്ഷൻ ഡി, കോബ്. അപ്പോൾ മെയിൽ സ്വാനിൻ്റെ നൗൺ ഫോം ഏതാണ്? കോബാണ്. അതുപോലെ പെന്നെന്ന് പറയുന്നത് എന്താണ്? ഫീമെയിൽ സ്വാൻസ് ആണ്. ഫീമെയിൽ സ്വാൻസിനാണ് പെന്നെന്ന് പറയുന്നത്. ഡ്രാക്ക് എന്ന് പറഞ്ഞാൽ മെയിൽ ഡക്ക്. ഡോ, ഫീമെയിൽ ഡിയർ. അപ്പോൾ ഫീമെയിൽ ഡിയറിന് ഡോ എന്ന് പറയും. ഫീമെയിൽ സ്വാനിന് പെന്നെന്ന് പറയും. മെയിൽ ഡക്കിന് ഡ്രാക്ക് എന്ന് പറയും. അപ്പോൾ അതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. 87. അവർ ന്യൂ എംപ്ലോയി ഈസ് ഗുഡ് അറ്റ്. ആൻസർ ഓപ്ഷൻ ബി, തിങ്കിങ് ഔട്ട് ഓഫ് ദി ബോക്സ്. അപ്പോൾ തിങ്കിങ് ഔട്ട് ഓഫ് ദി ബോക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ടു കം അപ്പ് വിത്ത് ഇന്നോവേറ്റീവ് ഐഡിയാസ്. ടു കം അപ്പ് വിത്ത് ഇന്നോവേറ്റീവ് ഐഡിയാസ് എന്നാണ് തിങ്കിങ് ഔട്ട് ഓഫ് ദി ബോക്സ് എന്നതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ ചേഞ്ച് ഓഫ് പ്ലേസ്. ചേഞ്ച് ഓഫ് പ്ലേസ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? മൂവ്മെൻറ്റ് എന്നാണ് അർത്ഥം. ചേഞ്ച് ഓഫ് പ്ലേസ് എന്ന് പറഞ്ഞാൽ മൂവ്മെൻറ്റ്. ബിഗ് പിക്ചർ എന്ന് പറഞ്ഞാലോ?
ദ ഓവറോൾ സിറ്റുവേഷൻ. ദ ഓവറോൾ സിറ്റുവേഷനാണ് ബിഗ് പിക്ചർ എന്ന് പറയുന്നത്. ടു ബി ഇൻ ദ സെയിം ബോട്ട്, അതിൻ്റെ അർത്ഥം എന്താണ്? ടു ബി ഇൻ എ സിമിലർ സിറ്റുവേഷൻ. ടു ബി ഇൻ ദ സെയിം ബോട്ട് എന്ന് പറഞ്ഞാൽ ടു ബി ഇൻ എ സിമിലർ സിറ്റുവേഷൻ. അപ്പോൾ ഇവിടെ അതിനെ യോജിച്ച് വരുന്നത് ഏതാണ്? തിങ്കിങ് ഔട്ട് ഓഫ് ദി ബോക്സ്, ടു കം അപ്പ് വിത്ത് ഇന്നോവേറ്റീവ് ഐഡിയാസ്. അടുത്ത ക്വസ്റ്റ്യൻ 88. ബൈ ദ ടൈം വി റീച്ച്ഡ് ദ സ്റ്റേഷൻ ദ ഗോഡ് ഡാഷ് ദ വിസിൽ. ആൻസർ ഓപ്ഷൻ സി, ഹാഡ് ബ്ലോൺ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ ഹാഡ് ബ്ലോൺ ആൻസറായിട്ട് വന്നത്? അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഭൂതകാലത്തിൽ സംഭവിച്ച രണ്ട് കാര്യങ്ങളെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. അപ്പം അങ്ങനെ ഭൂതകാലത്തിൽ സംഭവിച്ച രണ്ട് കാര്യങ്ങളെ പറ്റി സൂചിപ്പിക്കുമ്പോൾ ആദ്യത്തേത് പാസ്റ്റ് പെർഫെക്റ്റിലും രണ്ടാമത്തേത് സിമ്പിൾ പാസ്റ്റിലും ആയിരിക്കണം. അപ്പോൾ ഇവിടെ ആദ്യം നടന്ന കാര്യം ഏതിലായിരിക്കണം പറയേണ്ടത്? പാസ്റ്റ് പെർഫെക്റ്റിലായിരിക്കണം പറയേണ്ടത്. രണ്ടാമത് നടന്ന കാര്യം സിമ്പിൾ പാസ്റ്റിലുമായിരിക്കണം പറയേണ്ടത്. ബൈ ദ ടൈം വി റീച്ച് ദ സ്റ്റേഷൻ എന്ന് പറയുന്നതാണ് രണ്ടാമത് നടന്ന കാര്യം. അപ്പോൾ ഇനി ആദ്യം നടന്ന കാര്യം അപ്പോൾ ഏതിലായിരിക്കണം പറയേണ്ടത്? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലായിരിക്കണം. പാസ്റ്റ് പെർഫെക്റ്റ് ഹാഡ് ബ്ലോൺ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഓപ്ഷൻ സി ആൻസറായിട്ട് വന്നത്. 89. ദ സിനോണിം ഓഫ് ദ വേർഡ് എലക്വൻറ്റ് ഈസ്. ആൻസർ ഓപ്ഷൻ സി, ഫ്ലുവൻറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ 90. ഷീ ഗേവ് മീ ഡാഷ് ബുക്ക് ദാറ്റ് ഐ വാണ്ടഡ്. ആൻസർ ഓപ്ഷൻ ബി, ദ. അപ്പോൾ എന്തുകൊണ്ടാണ് അവിടെ ദ വന്നത്? ഒരു നിശ്ചിത വസ്തുവിനെ സൂചിപ്പിക്കുന്നു അല്ലേ? ബുക്ക് എന്ന് പറഞ്ഞ ഒരു വസ്തുവാണ്. അപ്പോൾ വസ്തുവിനെ സൂചിപ്പിക്കുന്നത് കൊണ്ടാണ് ദ ഉപയോഗിക്കുന്നത്. അപ്പം ക്വസ്റ്റ്യൻസ് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഫ്രേസൽ വെർബ് നോക്കാം. റൺ ഇൻറ്റു, കൊളൈഡ്. അപ്പോൾ അത് വെച്ചൊരു സെൻറ്റൻസ് നോക്കാം. എ പാസഞ്ചർ ട്രെയിൻ റൺ ഇൻറ്റു എ ഷണ്ടിങ് എൻജിൻ. സെറ്റ് ഇൻ, ബിഗിൻ. ദ റെയിനി സീസൺ ഹാസ് സെറ്റ് ഇൻ. അപ്പോൾ സെറ്റ് ഇൻ എന്നതിൻ്റെ അർത്ഥം എന്താണ്? ബിഗിൻ അഥവാ തുടങ്ങുക എന്നാണ്. സെറ്റപ്പ്, സ്റ്റാർട്ട് എ ബിസിനസ്. സെറ്റപ്പിന് രണ്ട് അർത്ഥങ്ങളുണ്ട്. സ്റ്റാർട്ട് എ ബിസിനസ് എന്നും പറഞ്ഞാലും സെറ്റപ്പാണ്, ഇറക്റ്റ് എന്ന് പറഞ്ഞാലും സെറ്റപ്പാണ്. അപ്പോൾ രണ്ടും വെച്ച് ഉള്ള സെൻറ്റൻസ് നോക്കാം. ഹി ഹാസ് സെറ്റപ്പ് ആസ് എ കോൺട്രാക്ടർ. ദ ട്രേഡേഴ്സ് സെറ്റപ്പ് ദെയർ സ്റ്റോൾസ് ഓൺ ദ റോഡ് ഓൺ ദ ഡേ ഓഫ് ദ ഫെയർ. സെറ്റ് എ പാർട്ട്, റിസർവ്. അപ്പോൾ സെറ്റ് എ പാർട്ടിൻ്റെ അർത്ഥം എന്താണ്? റിസർവ്, നീക്കി വയ്ക്കുക. ഐ ഹാവ് സെറ്റ് എ പാർട്ട് സം മണി ഫോർ ദ മാരേജ് ഓഫ് മൈ ഡോട്ടർ. സെറ്റ് ഔട്ട്, സ്റ്റാർട്ട്, തുടങ്ങുക. ഹി സെറ്റ് ഔട്ട് ടു എക്സ്പ്ലോർ ദ കൺട്രി സൈഡ്. സെറ്റ് ഓഫ്, സ്റ്റാർട്ട്. അപ്പോൾ സെറ്റ് ഔട്ടിൻ്റെ അർത്ഥവും സ്റ്റാർട്ട് എന്നാണ്, സെറ്റ് ഓഫും സ്റ്റാർട്ട് എന്ന് തന്നെയാണ്. ദേ സെറ്റ് ഓഫ് ടു അമൃത്സർ എസ്റ്റർഡേ. ടേക്ക് ആഫ്റ്റർ, റിസംബിൾ, സാമ്യം. ഹി ടേക്സ് ആഫ്റ്റർ ഹിസ് ഫാദർ ഇൻ മെനി വേസ്. ടേക്ക് ഡൗൺ, റൈറ്റ് ഡൗൺ, എഴുതിയെടുക്കുക, നിർത്തലാക്കുക എന്നൊക്കെയാണ് അർത്ഥങ്ങൾ. ദ പോലീസ് ഹാവ് ടേക്കൺ ഡൗൺ ഹിസ് സ്റ്റേറ്റ്മെൻറ്റ്. ടേക്ക് ഓഫ്, റിമൂവ്. ടേക്ക് ഓഫ് യുവർ ഷൂസ്. ത്രോ ഔട്ട്, റിജക്റ്റ്. The bill was thrown out. Turn up, appear. Turn up ൻ്റെ അർത്ഥം എന്താണ്? appear. The lost boy turned up after 2 years. Turn up, come. അപ്പോൾ രണ്ട് അർത്ഥങ്ങളുണ്ട് ടേൺ അപ്പിന്. അപ്പിയറും ഉണ്ട്, കമ്മും ഉണ്ട്. Everyone turned up to see the performance. അടുത്തത് turn away, dismiss. He turned away his dishonest servant. Turn against, become hostile. അതായത് ഒരാളുടെ എതിരെ തിരിയുക, പിന്നെ അതിനാണ് ടേൺ എഗെയിൻസ്റ്റ് എന്ന് പറയുന്നത്. ഈവൻ ഹിസ് ബെസ്റ്റ് ഫ്രണ്ട്സ് ടേൺഡ് അഗെയിൻസ്റ്റ് ഹിം. ടേൺ ഔട്ട്. അപ്പോൾ ടേൺ ഔട്ടിന് മൂന്നർത്ഥമുണ്ട്. അസംബിൾ ഫോർ സം ഇവൻറ്റ്, പ്രൊഡ്യൂസ്, പ്രൂവ്. ടേൺ ഔട്ട്, അസംബിൾ ഫോർ സം ഇവൻറ്റ്. അപ്പോൾ അത് വെച്ചിട്ടുള്ള ഒരു സെൻറ്റൻസ് നോക്കാം. ദ ഹോൾ വില്ലേജ് ടേൺഡ് ഔട്ട് ടു വെൽക്കം ദ മെഡിക്കൽ ടീം.
പ്രൊഡ്യൂസ് വെച്ചിട്ട് ഒരു സെൻറ്റൻസ് നോക്കാം. ദ മിൽ ടേൺസ് ഔട്ട് 1000 yards ഓഫ് ക്ലോത്ത് എവറി ഡേ. ഇനി ടേൺ ഔട്ടിൻ്റെ അർത്ഥം പ്രൂവ് വരുന്ന ഒരു സെൻറ്റൻസ് നോക്കാം. ഹി ടേൺഡ് ഔട്ട് ടു ബി എ മാൻ ഓഫ് ബർത്ത്. ടേൺ ഓൺ, ടു സെറ്റ് ഇൻ ഓപ്പറേഷൻ. തുടങ്ങുക, പ്രവർത്തിക്കുക തുടങ്ങിയവയാണ് ടേൺ ഓണിൻ്റെ അർത്ഥം. ടേൺ ഓൺ ദ എൻജിൻ ആൻഡ് ലെറ്റ് ഇറ്റ് വാം അപ്പ്. വൈൻഡ് അപ്പ്, എൻഡ്. ലെറ്റ് us വൈൻഡ് അപ്പ് ദ മീറ്റിംഗ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഫ്രേസൽ വെർബുകളെല്ലാം നല്ലോണം പഠിച്ചു വെച്ചേക്കുക. അപ്പോൾ നമ്മൾ ഒരു 5-6 ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഒരുപാട് ക്വസ്റ്റ്യൻസ് ആവർത്തിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഈ ഇഡിയംസും ഫ്രേസൽ വെർബും എല്ലാം ചോദിച്ചതൊക്കെ ഒന്നുകൂടെ നോക്കി വെച്ചേക്കുക.